ഹായ് ഫ്രണ്ട്സ്, നന്ദക്കുട്ടന് ഒരു വാഴയിലയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ഉണ്ടായിരിക്കുമല്ലോ. ഇന്നലെ 1 കിലോ അയല മേടിച്ചു. അപ്പോൾ അതിൽ പകുതി കറി വെച്ചു, പകുതി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി ഐറ്റംസ് എന്ന് വെച്ചാൽ ഉള്ളിയെല്ലാം അരിഞ്ഞത്, ഉള്ളി കൊത്തി അരിഞ്ഞത്, പിന്നെ തക്കാളി, പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. മീൻ ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കാം. എന്തൊക്കെയാണ് മീൻ പുരട്ടിയെന്ന് വെച്ചാൽ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് വിനെഗറും കൂടെ ഒഴിച്ച് ഒന്ന് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നേ. മീനെല്ലാം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ മനം മറച്ചു വെച്ചു. തിരികെ വന്നെടുക്കാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരി കണ്ണുടച്ചിട്ട് പോയി ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഓക്കെ, സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 53 സെക്കൻഡും ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്ലബ് FM 104.8 കൂടെ ഞാൻ വിനു. FM ഓണാക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഇപ്പം നമ്മൾ കേട്ടത്. പിന്നെന്താ, നമ്മൾ അരിഞ്ഞു വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴിച്ച് അതിൻ്റെ കൂട്ടത്തിലാണ് ഇടുന്നത്. മീൻ്റെ കൂടെ അത് പുരട്ടിയിട്ടില്ല കേട്ടോ. ബാക്കി പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം നമ്മൾ ഈ ഒരു സമയത്തും ഒന്നുകൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാഴയില ഒന്ന് വഴറ്റി വെച്ചിട്ട് അതിലേക്ക് മസാലകൾ ഒന്ന് നിരത്തണം. ഉള്ളിയുടെ ആ മസാല എല്ലാം കൂടിയിട്ട് ഒന്ന് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മീൻ വറുത്തത് വെച്ച് കൊടുക്കുക. എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വരുന്ന ആ മസാല, ഉള്ളിയുടെ മസാല എല്ലാം കൂടിയിട്ട് മീനിൻ്റെ പുറത്തേക്കും കൂടെ ഇട്ട് കൊടുത്ത് അത് നല്ലവണ്ണം ഒന്ന് വാഴയില മടക്കി ഒന്ന് കെട്ടി വെക്കണം. കുറച്ച് മെനക്കെട്ട പണിയാണല്ലോ എന്നൊക്കെ എല്ലാവരും വിചാരിക്കുമായിരിക്കും. വാഴയില എടുക്കണം, പിന്നെ അത് വാട്ടണം, മസാല ഒക്കെ റെഡിയാക്കണം, വീണ്ടും മസാല റെഡിയാക്കണമല്ലോ ഉള്ളിയൊക്കെ വഴറ്റി. പക്ഷേ അതൊരു വെറൈറ്റിയാണ് കേട്ടോ. ആ വാഴയിലയുടെ ആ രുചിയുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ്, പിന്നെ ആ മസാല ഈ മീനിനകത്ത് പിടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, ഇത് എല്ലാം കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി രുചിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരേ രീതിയിലായിരിക്കുമല്ലോ മീനൊക്കെ വറക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുക. നല്ലതായിട്ട് പൊട്ടിപ്പോകാതെ ഒന്ന് കെട്ടി സെറ്റാക്കണം. അതായത് ഈ വാഴയുടെ എന്താണ് അതിൻ്റെ ആ ഒരു നാര് തന്നെ ഉണ്ടല്ലോ, വാഴയുടെ ആ നാര് തന്നെ എടുത്തിട്ട് കെട്ടിയാൽ മതി. എന്നിട്ട് നമ്മളൊരു പാനിലേക്ക് എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഈ 2 വശവും തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഈ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കണമെന്ന് തോന്നും. വേണ്ട, അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ.